ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കിട്ടാവുന്ന വിഷയങ്ങളെയെല്ലാം ആയുധങ്ങളാക്കി തിമിർത്താടുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്രവും ബീഹാറും ഭരിക്കുന്ന BJPയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയ ചില നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. അതായത് ഉത്സവ സീസണുകളിലെ ട്രെയിനുകളിൽ യാത്രക്കാരുടെ തിരക്കിനിടയിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രത്തെയും ബീഹാർ സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. വാക്കുപാലിക്കാത്ത ഇരട്ട എഞ്ചിൻ സർക്കാർ പരാജയമാണെന്നും ഇവരുടെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്നും വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളോട് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതായത് എവിടെ പോയി 12,000 സ്പെഷ്യൽ ട്രെയിനുകൾ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. ഒക്ടോബർ 1 മുതൽ നവംബർ 30 വരെ ഷെഡ്യൂൾ ചെയ്ത 12,011 ട്രെയിനുകളുടെ പട്ടിക റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. ഉത്സവ സീസണിലെ വലിയ തിരക്ക് കണക്കിലെടുത്ത് രാജ്യത്തുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രതിദിനം ശരാശരി 196 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെന്ന് അതിൽ പറയുന്നു. ചില ട്രെയിനുകളിലെ തിരക്കേറിയ യാത്രാ വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത്. രാഹുൽ ഗാന്ധിയോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് ഉത്സവങ്ങളുടെ മാസമാണ്. ദീപാവലി, ഭായ് ദൂജ്, ഛത്ത്. ബീഹാറിൽ ഈ ഉത്സവങ്ങൾ വിശ്വാസങ്ങളെക്കാൾ വലുതാണ്. മണ്ണും മനുഷ്യനുമായുള്ള ബന്ധത്തെയും ഉത്സവങ്ങളിൽ കാണാം. അവരുടെ വീട്ടിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം ഇപ്പോൾ ഒരു പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ബീഹാറിലേക്കുള്ള ട്രെയിനുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ടിക്കറ്റുകൾ കിട്ടാൻ സാധ്യതയില്ല. യാത്ര മനുഷ്യത്വരഹിതമായി മാറി. പല ട്രെയിനുകളിലും ആളുകൾ വാതിലുകളിലും മേൽക്കൂരകളിലും തൂങ്ങിക്കിടക്കുന്നു. ഈ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 12,000 പ്രത്യേക ട്രെയിനുകൾ എവിടെയാണ്? എല്ലാ വർഷവും സ്ഥിതി കൂടുതൽ വഷളാവുകയാണ്. ബീഹാറിലെ ജനങ്ങൾക്ക് ജോലിയും മാന്യമായ ജീവിതവും ലഭ്യമായിരുന്നുവെങ്കിൽ അവർക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അലഞ്ഞു തിരിയേണ്ടി വരില്ലായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഒരു മാറ്റം ആരായാലും ആഗ്രഹിച്ചു പോകും. അത് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇവർ നിസ്സഹായരായ യാത്രക്കാരല്ല, NDAയുടെ വഞ്ചനാപരമായ നയങ്ങളുടെ ജീവിക്കുന്ന തെളിവുകളാണെന്നും സുരക്ഷിതത്വവും മാന്യവുമായ യാത്ര ഔദാര്യമല്ല, അവകാശമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയൊരു വിഭാഗം അന്യസംസ്ഥാന തൊഴിലാളികളായി നിൽക്കുന്നവർക്കിടെ മനസ്സിൽ തീ കൊരിയിടുന്ന സംഭവമാണ്. എന്തായാലും പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 10 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ബീഹാറിൽ മുന്നേറ്റം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.